പ്രിയപ്പെട്ടവരെ, എൻ്റെ വേറെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം, സുസ്വാഗതം. ഈ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അപേക്ഷിക്കും. ഇന്ന് ഞാൻ ഇവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം, ഞാൻ രാവിലെ പേപ്പർ തുറന്ന് നോക്കിയപ്പോൾ ഒരു വാർത്ത കണ്ടു. ഒരു IT പ്രൊഫഷനിൽ ജോലി ഭാരം താങ്ങാൻ വയ്യ എന്ന് പറഞ്ഞ് ആത്മഹത്യ. വേറെ സ്ഥലത്തെ ഒരു MBBS വിദ്യാർത്ഥിനി ആത്മഹത്യ, കേരളത്തിൽ. ഇതിനെല്ലാം കാരണം ഈ ജീവിതഭാരം അല്ലെങ്കിൽ പഠനഭാരം, ജോലിഭാരം, ഇവയെല്ലാം തന്നെ. വലിയ വലിയ വിദ്യാഭ്യാസമുള്ള ആൾക്കാർ, വലിയ വലിയ ജോലിക്കാർ അല്ലെങ്കിൽ സാധാരണക്കാർ ദിനം പ്രതി പല കാരണങ്ങൾ പറഞ്ഞ് ആത്മഹത്യ ചെയ്യുന്നു. വലിയ വലിയ സ്ഥാപനങ്ങളിൽ ഉന്നത റാങ്ക് കിട്ടിയ കുട്ടികൾ അവർക്ക് പഠനഭാരം താങ്ങാൻ വയ്യ, അല്ലെങ്കിൽ ഒപ്പ് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആത്മഹത്യ ചെയ്തു. ഒരു MDക്ക് പഠിക്കുന്ന വിദ്യാർത്ഥി കത്തിയെടുത്ത് സ്വന്തം നെഞ്ചിൽ കത്തി കുത്തിയിറക്കി ആത്മഹത്യ. അത് നിരവധി പേര് ഓരോ മാസവും പല കാരണങ്ങൾ പറയും. ഉദ്യോഗസ്ഥരുണ്ട്, സാധാരണക്കാരുണ്ട്, എല്ലാവരും ഉണ്ട്. ഈ ഭാരങ്ങളെല്ലാം തലയിൽ ഏറ്റി വെക്കുന്നതുകൊണ്ടാണ് ഈ കാരണങ്ങളെല്ലാം ഇതെല്ലാം നടക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് രണ്ട് കാര്യം ചിന്തിക്കാനുണ്ട്. ഭഗവാൻ എന്തൊക്കെ കർത്തവ്യങ്ങൾ ഈ ഭൂമിയിലുണ്ട്, നമ്മൾക്ക് എന്തെല്ലാം കർത്തവ്യം ഭഗവാൻ തന്നിട്ടുണ്ട്, ആ ഒരു വിഷയത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഭഗവത്ഗീതയിൽ 3-ാം അധ്യായത്തിൽ 22-ാം ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു, നമേ പാർത്ഥാസ്യ കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന ജ്ഞാനവാപ്തം അവാപ്തവ്യം വർത്തയേവച കർമ്മണി. അർജുൻ്റെ അടുത്ത് പറയുന്നതാണ്, നമേ പാർത്ഥാസ്യ കർത്തവ്യം, എനിക്ക് ഒരു കർത്തവ്യമില്ല. ത്രിഷു ലോകേഷു കിഞ്ചന, അർജുന 3 ലോകങ്ങളിലും എനിക്ക് ഒരു കർത്തവ്യമില്ല. ജ്ഞാനവാപ്തം അവാപ്തവ്യം വർത്തയേവച കർമ്മണി, എനിക്ക് നേടാൻ കഴിയാത്തതായിട്ടോ നേടേണ്ടതായിട്ടോ ഒന്നുമില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? ഭഗവാൻ തന്നെ വേറെ സ്ഥലത്ത് പറയുന്നുണ്ട് അല്ലേ? 10-ാം അധ്യായത്തിൽ 20-ാം ശ്ലോകം, അഹമാത്മാ ഗുഡാകേശ സർവഭൂതാശയസ്ഥിത അഹമാദിത്യമദ്യഞ്ച ഭൂതാനാമന്തമേവച്ച. എല്ലാ ജീവികളുടെയും ആത്മാവായിരിക്കുന്നത് ഞാനാണെന്ന് പറയുന്നു. എല്ലാത്തിൻ്റെയും ആദിയും മധ്യവും അവസാനവും ഞാനാണെന്ന് പറയുന്നു. ജനനം, ജീവിച്ചിരിക്കുന്നു എന്നുള്ള അവസ്ഥ, മരണം എല്ലാം ഞാനാണ്. എല്ലാ ജീവികളുടെയും ആത്മാവായിരിക്കുന്ന ഈശ്വരനാണെന്ന് പറയും. അപ്പോൾ ഈശ്വരന് ഒരു കർത്തവ്യമില്ല എന്ന് പറയുന്നു, നേടാൻ കഴിയാത്തതായിട്ട് ഒന്നുമില്ല പറയുന്നു, നേടേണ്ടതായിട്ടും ഒന്നുമില്ല പറയുന്നു. എല്ലാ ജീവികളുടെയും ഉള്ളിൽ ഈശ്വരൻ തന്നെയാണ് ആത്മാവായിരിക്കുന്നതെന്ന് പറയുന്നു. അപ്പോൾ നമ്മൾക്ക് എന്തൊക്കെയാണ് കർത്തവ്യമുള്ളത്, നമ്മൾ എന്തൊക്കെയാണ് നേടേണ്ടതായിട്ടുള്ളത്, എന്തൊക്കെയാണ് നേടാൻ കഴിയാത്തതായിട്ടുള്ളത്, ഇത് നമ്മളൊന്ന് ആലോചിക്കണം ഇല്ലേ? ഭഗവത്ഗീത തന്നെ ഒരു 5-ാം അധ്യായത്തിൽ 14-ാം ശ്ലോകം, ന കർത്തൃത്വം ന കർമാണി ലോകസ്യ സൃജതി പ്രഭു ന കർമ്മബല സംയോഗം സ്വഭാവസ്തു പ്രവർത്തതേ. ഈശ്വരൻ ലോകത്തിന് കർത്തൃത്വത്തെയോ കർമ്മങ്ങളെയോ സൃഷ്ടിക്കുന്നില്ല, കർമ്മബലത്തെ അവയോട് യോജിപ്പിക്കുന്നുമില്ല, ബന്ധിപ്പിക്കുന്നുമില്ല എന്ന് ഭഗവാൻ പറയുന്നു. ഞാൻ ചെയ്യുന്നു എന്ന ഭാവത്തോടെ ചെയ്യേണ്ട ഒരു കാര്യം ഭഗവാൻ ഒരു ജീവിക്കും കൊടുത്തില്ല. മനുഷ്യർക്ക് മാത്രമല്ല, ഒരു ജീവിക്കും കൊടുത്തില്ല. കാരണം ഭഗവാന്റെ കൈ മാങ്ങ വലിക്കാൻ പോയിരിക്കില്ല. ഭഗവാൻ വേണമെങ്കിൽ ഈ 1 സെക്കൻഡ് കൊണ്ട് എല്ലാം ചെയ്യാൻ പറ്റും. 1 സെക്കൻഡ് പോലും വേണ്ട, ലോകത്തെ സൃഷ്ടിക്കാനും സംഹരിക്കാനും സാധിക്കും 1 സെക്കൻഡ് കൊണ്ട്. സർവശക്തനാണ്, സർവവ്യാപിയാണ് ഇല്ലേ? ഒരു ജീവിക്ക് ഒരു ഡ്യൂട്ടിയും
ഞാൻ ചെയ്യുന്നു എന്ന ഭാവത്തിൽ നിർവഹിക്കേണ്ടതായ ഒരു കർത്തവ്യം ഭഗവാൻ കൊടുത്തിട്ടില്ല, കർമ്മവും കൊടുത്തിട്ടില്ല, ഡ്യൂട്ടിയും കൊടുത്തിട്ടില്ല. കർമ്മഫലവും അവയോട് ബന്ധിപ്പിക്കുന്നുമില്ല. നമ്മളെല്ലാം തലയിൽ ഏറ്റി വെച്ച് ഇല്ലേ സർവ്വ ടെൻഷൻ അനുഭവിക്കുന്നു, ഭയം കൊണ്ട് നിലവിളിക്കുന്നു, ടെൻഷൻ താങ്ങാൻ വയ്യാണ്ട്, ഭാരം താങ്ങാൻ വയ്യാതെ ഹൃദയം പൊട്ടി മരിക്കുന്നു. 50 വയസ്സിലോ 45 വയസ്സിലോ ഒക്കെ ആൾക്കാർ പേപ്പർ നോക്കിയാൽ കാണാൻ പറ്റും. അല്ലെങ്കിൽ മാനസിക രോഗാശുപത്രിയിൽ എത്തുന്നു, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്നു. ശരിയായ അറിവിൻ്റെ അഭാവമാണ്. നമ്മൾ ഭൂമിയിലാകെയുള്ള 27,307 ദിവസങ്ങളാണ്. അതിൽ 13,688 ദിവസം രാത്രിയായി കടന്നു പോകുന്നു, 13,688 ദിവസം പകലായി കടന്നു പോകുന്നു. ഈ ഭൂമി നമ്മുടെ മരണശേഷവും 27,305 കോടി 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 വർഷങ്ങളുണ്ടാവും. ഭഗവാനുണ്ടാവും, നമ്മൾ ആത്മാവും ഉണ്ടാവും. കുറച്ച് സമയം നമ്മൾ എന്തൊക്കെയാണ് കൈവശം വയ്ക്കാൻ വേണ്ടിയിട്ട്, പണത്തിനോ പ്രതാപത്തിനോ പൊസിഷനോ എല്ലാം അതിൻ്റെ കുറച്ച് സമയം സൂക്ഷിച്ചു വയ്ക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെയോ തലയിലേറ്റി വെച്ച് നടക്കുന്നു. തെറ്റായ സങ്കല്പങ്ങൾ, തെറ്റായ നിഗമനങ്ങൾ, തെറ്റായ തീരുമാനങ്ങൾ കിട്ടും. സമയമില്ലാണ്ട് ഓടി ചാടി നടക്കുന്നു. പരിഭവം പറയുന്നു, നിലവിളിക്കുന്നു, കരയുന്നു. എന്തൊക്കെ ചെയ്യും? ഇതെല്ലാം താഴെ ഇറക്കി വെച്ചിട്ട് നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കും. എല്ലാ കർത്തവ്യവും കർമ്മവും എല്ലാം താഴെ ഇറക്കി വെച്ചിട്ട് നമ്മൾ കർമ്മം ചെയ്തുകൊണ്ടേ ഇരിക്കണം. അത് വേറെ കാര്യം, അത് ഞാൻ അടുത്ത എപ്പിസോഡിൽ പറയാം. സന്തോഷത്തോടെ ഇരിക്കാൻ സാധിക്കും നമ്മളുള്ള ഭൂമിയിലുള്ള ദിവസങ്ങൾ. എന്തായാലും ഈ ശ്ലോകങ്ങൾ എല്ലാവരും പഠിക്കുക. ഡെയിലി ഒരു അരമണിക്കൂർ നേരം ധ്യാനത്തിന് ഏർപ്പെടുക. എല്ലാവരും അറിവൊക്കെ താനേ നമ്മുടെ ഉള്ളിൽ തന്നെ ഉയർന്നു വരും. മനസ്സ് ശാന്തവും, ഈ ഭാരങ്ങളൊക്കെ താനേ തലയിന്ന് പോകും. എന്തായാലും താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക്സ് എ ലോട്ട്.